രാവിലെ തന്നെ ഈ വാഴക്കൊല കാണിക്കുന്ന എന്താന്ന് വിചാരിക്കുന്നുണ്ടാവില്ല എല്ലാവരും. ദേ ഇവിടെ നമ്മളെ മക്കളും ദേ രണ്ടുപേരും വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വെട്ടുന്നത് കാണാൻ. നമ്മൾ വീട് വെച്ചിട്ട് വാഴ ആദ്യമായിട്ട് വെച്ച് അത് കൊലച്ചതാണ്. അതാണ് ഇത്ര എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും. അതും ഇത് കൊലച്ചത് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി. ഇത്രയും വലിയ കൊലയോന്ന് എല്ലാവരും വിചാരിച്ചിട്ടോ. ഇത് ഏത് പഴാന്നറിയോ? നമ്മളെ ഞാലിപ്പൂവനാണ്. തിരുവനന്തപുരത്തൊക്കെ പറയുന്നത് ഇവിടെ എന്താണ് രസകദളി, അതാണ് തിരുവനന്തപുരത്ത് പറയാം. അപ്പൊ ഇത് ഇത്രയും വലുപ്പം ഉണ്ടാവാറില്ല പതിവായിട്ട് കേട്ടോ. ഇവിടെ പക്ഷെ ഇത് നല്ലോണം വലുപ്പം വെച്ചത് എന്താന്ന് വെച്ചാൽ നമ്മൾ വീട് താമസം കഴിഞ്ഞാല് ആ സ്ഥലത്ത് 2 ബക്കറ്റ് വേസ്റ്റ് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നല്ല പച്ചക്കറി വേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് പുഴുവൊക്കെ വെച്ചപ്പോ പിന്നെ എവിടെയും കളയാൻ സ്ഥലമില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു വലിയൊരു കുഴി കുത്തിയിട്ട് അതിലിട്ട് മൂടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നപ്പോൾ ഒരു വാഴേന്റെ കന്ന് കൊണ്ടുവന്നു. അത് അവിടെ തന്നെയായിരുന്നു വെച്ചത്. അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ ഒരു വലിയൊരു കൊല. അപ്പൊ ഏകദേശം ഒരു 25 കിലോളം ഉണ്ടാവും കേട്ടോ ഈ ഒരു കൊല. അപ്പൊ ഏട്ടൻ അതിനെ വെട്ടുകയാണ്. അത് മോൾഭാഗമായിട്ട് അവിടെ നിന്ന് വെട്ടണം, വെട്ടിയെടുക്കുക. അത് അച്ഛൻ അവിടെ അപ്പുറത്തുനിന്ന് താങ്ങി പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് താഴെ പോവില്ലേ, പൊട്ടാതെ എടുക്കണം. അങ്ങനെ അതേ നമ്മളെ വാഴക്കൊല വെട്ടിയെടുത്ത് 2 ആളും കൂടെ കഷ്ടപ്പെട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലേ ഏട്ടെ, എത്ര വലുപ്പമുണ്ട് നോക്ക് ഇതിന്റെ. അപ്പൊ ആരുഷിക്ക് അതിന്റെ വാഴയുടെ ഇലേന്റെ തണ്ട് വെച്ചിട്ടേ ഒരു പണ്ട് കാലത്ത് കളിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തതാണ്. അത് വെച്ച് കറങ്ങി ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കുമ്പോൾ സൗണ്ട് കേൾക്കും. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനി നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്താലോ വാഴേനെ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയാലും വാഴേന്റെ എല്ലാ സാധനവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനെ ഉണ്ണിക്കാമ്പ് എടുക്കാൻ പോവാണ്. ഞങ്ങളവിടെ ഉണ്ണിക്കാമ്പ് എന്നാട്ടോ പറയാം. അതിനെ വലിച്ച് കീറി പൊളിക്കുകയാണ് അച്ഛനും മക്കളും കൂടെ. ഇതിന്റെ തട്ട ഞങ്ങൾ ആദ്യം ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. മുതിരയോ അല്ലെങ്കിൽ ചെറുപയറോ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കട്ടോ. ഈ വാഴത്തട്ടയ്ക്കും ഉണ്ണിക്കാമ്പിനും നിങ്ങൾ അവിടെ എന്താ പറയാന്നൊന്ന് കമന്റിലൂടെ പറയണം കേട്ടോ. ഇത് ഏകദേശം ഈ ഹൈറ്റ് ഉണ്ട്, നമ്മൾ ആരുഷിന്റെ ഹൈറ്റ് ഉണ്ട്, ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.